إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,20,000-ൽ പരം വരുന്ന പ്രവാചകന്മാരെ സത്യദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25 നബിമാർ, അതിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വളരെയേറെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിട്ട ദൃഢതയുള്ള 5 പ്രവാചകന്മാർ ഉലുൽ അസ്ം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബിയെക്കുറിച്ച് ലോകത്ത് 3 കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നത് നമുക്ക് കാണാം. ഒന്ന്, ഈസാ അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കുന്ന, ജാരസന്തതി എന്ന് വിളിച്ച് തെറി പറയുന്ന ജൂതന്മാർ. മറ്റൊന്ന്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ്, ദൈവപുത്രനാണ്, അതല്ല ദൈവം തന്നെയാണ് എന്ന് വാദിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ. മൂന്നാമത് വിശ്വാസികൾ, സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ്. ജനനം മുതൽ മരണം വരെ ഒരുപാട് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ റസൂലാണ്. നമുക്കറിയാം, ഖാത്തമുൻ നബി, അവസാനത്തെ നബി ആരാണ്? അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന നബി ആരാണ്? ഈസാ അലൈഹിസ്സലാമാണ്. അവസാനത്തെ നബിന്റെ തൊട്ട് മുമ്പ് വന്ന നബി
മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, അന ഔലാ ബിന്നാസി ഈസാ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അടുപ്പം ജനങ്ങളിൽ എനക്കാണ്. കാരണം എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ വേറെ നബിയില്ല. ഈസാ നബിക്ക് ശേഷം അടുത്ത റസൂൽ, അടുത്ത നബി മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് നമുക്കറിയാം. പിതാവില്ലാതെ ജനിച്ചത് മുതൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുടനീളം പ്രകടമായ മുഅ്ജിസത്തുകൾ, സത്യസന്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി റബ്ബ് അവതരിപ്പിച്ച ഇഞ്ചീൽ, അത് ഈസാ നബിക്കാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് ഉയർത്തി എന്നാണ് വിശ്വാസികളായ നാം വിശ്വസിക്കുന്നത്. ഈസാ അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ മുന്നായി ഇറങ്ങി വരും എന്നും അതേപോലെ തന്നെ വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കും എന്നും ദജ്ജാലിന്റെ മരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈകൊണ്ടാണ് എന്നുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയവരാണ് നാം. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പിതാവില്ലാതെയാണ് ജനിച്ചത്. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി, നമുക്കറിയാം, ഇമ്രാൻ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതേ പള്ളിക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ്. എന്നാൽ ജനിച്ച കുട്ടി പെണ്ണാണ്. പക്ഷെ എങ്കിലും അവർ അവരുടെ നേർച്ച പൂർത്തീകരിച്ചു. അങ്ങനെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഫാലത്തിലാണ് മഹദിയായ മറിയം അലൈഹിസ്സലാം വളർന്നു വന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേരേ ഉള്ളൂ, അത് മറിയം ബീവിയുടെ പേരാണ്. പലതവണ അള്ളാഹു ആ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്, 9 തവണ. ഈസാ എന്ന പേര് 35 തവണയാണെങ്കിൽ 9 തവണ മറിയം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ഒരു സ്ത്രീയുടെ പേര്, അത് ഈ മറിയം ബീവിയുടെ പേരാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മാതൃകാ വനിതയാണ്, വിശുദ്ധയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, വമറിയമ ഇബ്നത് ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. പിതാവില്ലാതെ ഗർഭം ചുമക്കുന്നു, ഉപ്പയില്ലാതെ കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞിനെയുമായി വന്ന ഒരു സ്ത്രീയെ ആളുകൾ എന്ത് വിളിച്ചാക്ഷേപിക്കും? ജൂതന്മാരായ ആളുകൾ എന്താണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അല്ലാഹു മറുപടി കൊടുക്കുന്നു, മറിയം അലൈഹിസ്സലാം അവരാരാണ്? അല്ലതി അഹ്സനത് ഫർജഹാ, ചാരിത്രം കാത്തു സൂക്ഷിച്ചവളാണ്, അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചവളാണ്. അഥവാ ഹലാലായ രൂപത്തിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ പാതിവ്രത്യം നഷ്ടപ്പെട്ടയാളല്ല മഹദി മറിയം അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലോക സ്ത്രീകൾക്ക് മുഴുവൻ മാതൃകയായി അല്ലാഹ് പരിചയപ്പെടുത്തി. വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, മറിയമേ, നിന്നെ അല്ലാഹ് തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു. ലോക സ്ത്രീകൾക്ക് നേതാവാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ആ മറിയം ബീവിയാണ്, ഒരു ഉമ്മയെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മറിയം ബീവിയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രസവിക്കുന്നത്. ഗർഭിണിയാകുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല. പക്ഷേ വയറ്റിന്റെ അകത്ത് ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളരുകയാണ്. സ്വാഭാവികമായും ഒരു സ്ത്രീയുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടാവും? അങ്ങേയറ്റം വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരാൾ ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് മറിയം ബീവി. വലിയ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. വാപ്പയില്ലാത്ത ഈ കുഞ്ഞുമായി ഞാൻ എങ്ങോട്ട് പോകും? ആളുകളുടെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയും? വിശുദ്ധ ഖുർആൻ ആ രംഗം പഠിപ്പിക്കുകയാണ്. ഫഅജാഅഹൽ മഖാലു ഇലാ ജിദ്ഇൻ നഖ്ലാ ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമ അതേ പ്രസവ വേദന വന്ന സമയത്ത് അവർ പറഞ്ഞുപോയി, അവിടെയുള്ള ഒരു ഈന്തപ്പനത്തിന്റെ അടുത്ത് അവിടെ ചാരിയിരുന്ന് ആ വേദനയോടെ കാലത്ത് മറിയം അലൈഹിസ്സലാം പറയുകയാണ്, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
ആ വാക്ക് പറയണമെങ്കിൽ, മരിച്ചാൽ മതി എന്നൊരാൾ പറയണമെങ്കിൽ അയാളുടെ മനപ്രയാസം എത്രയായിരിക്കും? എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. മറിയം അലൈഹിസ്സലാം പറഞ്ഞ യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പേ, ഈ പ്രസവത്തിന് മുമ്പേ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വകുന്തു നസിയം മൻസിയ, എന്നെല്ലാരും മറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മറിയം അലൈഹിസ്സലാം പറയുകയാണ്. അവിടെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ് വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച്, ആ കുട്ടിയുടെ മഹത്വത്തെക്കുറിച്ച്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. കുട്ടി ഉമ്മാനെ വിളിച്ചു എന്നാണ്. ഗർഭാശയത്തിൽ നിന്ന് ഉമ്മയെ കുട്ടി വിളിച്ചു. എന്നിട്ട് പറയാണ് ലാ തഹ്സനി, ഉമ്മ ദുഃഖിക്കണ്ട, ഉമ്മ ടെൻഷൻ അടിക്കല്ലേ, ഉമ്മ ബേജാറാകല്ലേ. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, അല്ലാഹു നിങ്ങളുടെ ഗർഭാശയത്തിൽ, നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഒരു മഹാനാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കുന്ന അല്ലാഹ് തിരഞ്ഞെടുത്ത മഹാനായ ഒരു കുഞ്ഞാണ് ഉമ്മ നിങ്ങളുടെ വയറ്റിലുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖല തുസാഖിത് അലൈകി റുതബൻ ജനിയ. ആ ഈന്തപ്പനെ കുലുക്കാൻ പറഞ്ഞു. അത് കുലുപ്പിയൊക്കെ മറിയം ബീവിക്ക് പാകമായ ഈത്തപ്പയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഫകുലി വശ്റബി വകരി ഐന, അതിൽ നിന്ന് തിന്നു, കുടിക്കൂ. കുഞ്ഞിനെ പ്രസവിക്കുന്നതിനെ കുറിച്ചോർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്, ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. വകരി ഐന, കൺകുളിർമ അനുഭവിച്ചു കൊള്ളുക. അങ്ങനെ മറിയം അലൈഹിസ്സലാം ആ കുഞ്ഞിനെ പ്രസവിച്ചു. മഹാനായ ഈസാ അലൈഹിസ്സലാം, പിതാവില്ലാതെ ജനിച്ച കുഞ്ഞ്. ആ കുഞ്ഞുമായി ജനങ്ങളുടെ അടുത്തേക്ക് പോയി. സ്വാഭാവികമായും ആളുകൾ ചോദിച്ചു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. എന്താ ഹാറൂന്റെ സഹോദരി, ഇതെന്താ പറ്റിയ? നിന്റെ ഉപ്പയോ ഉമ്മയോ ഒന്നും ഇത്ര ചീത്ത നടപ്പുകാരിയായിരുന്നില്ലല്ലോ, ദുർനടപ്പുകാരിയായിരുന്നില്ലല്ലോ. ചാരിത്രം ചോദ്യം ചെയ്യാണ്. നീ വ്യഭിചരിച്ച് പ്രസവിച്ചതാണല്ലേ? നിന്റെ വാപ്പയും ഉമ്മയൊക്കെ നല്ല വാപ്പാക്കും ഉമ്മാക്കും പിറന്നവളാണല്ലോ നീ, പിന്നെന്താണിത്? ആളുകൾ ചോദ്യം ചെയ്തപ്പോ മറിയം അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല. ഫഅശാറത് ഇലൈ, കുട്ടിയിലേക്ക്, തൊട്ടിൽ കിടക്കുന്ന ഈസാ അലൈഹിസ്സലാം എന്ന കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി. അപ്പൊ ആളുകൾ ചോദിച്ചു, കാലു, അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ, ഈ തൊട്ടിലുള്ള ഈ പിഞ്ചു കുഞ്ഞ് എങ്ങനെ സംസാരിക്കാനാണ്? ഈ ചെറിയ കുട്ടി എങ്ങനെ സംസാരിക്കാനാണ്? അപ്പൊ ആ കുട്ടി സംസാരിച്ചു. അത് എന്താണ്? ആദ്യം ഈസാ അലൈഹിസ്സലാം സംസാരിച്ച സംസാരം. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ഒന്ന് ആലോചിച്ചോക്കെ. ആദ്യമായി ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ നിന്ന് സംസാരിച്ച സംസാരം എന്താ? അതാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ എന്തിനാണ് അല്ലാഹ് നിയോഗിച്ചത്? ലോകത്ത് കടന്നു വന്ന 1,20,000-ൽ പരം വരുന്ന നബിമാർക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ്? ആ ദൗത്യാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവല്ല, ഞാൻ പടച്ചോനാണ് എന്നല്ല, ഞാൻ പടച്ചവന്റെ മകനാണ്, അള്ളാന്റെ മകനാണ് ഞാൻ എന്നല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവിന്റെ അടിമയാണ് ഞാൻ പടച്ച തമ്പുരാന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയാ, അല്ലാഹു എനിക്ക് ഇഞ്ചീൽ നൽകും, അല്ലാഹ് എനിക്ക് ഇഞ്ചീൽ നൽകും. അതേപോലെ തന്നെ അല്ലാഹ് എന്നെ നബിയാക്കിയിട്ടുണ്ട്. തൊട്ടിലിൽ കിടന്ന് ആദ്യം സംസാരിച്ച സംസാരം നോക്കൂ, വീണ്ടും പറയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ.
ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബർക്കത്ത്, അനുഗ്രഹം എന്നിലുണ്ടാകും. അള്ളാഹു എന്നോട് നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു എന്നോട് പറഞ്ഞു. അതേപോലെ സക്കാത്ത് എവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരവും സക്കാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു. വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു. വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. എനിക്ക് സമാധാനമുണ്ട്, ഞാൻ ജനിച്ച, എൻ്റെ ജനനം, എൻ്റെ മരണം, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അപ്പോഴൊക്കെയും എനിക്ക് സമാധാനമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലിക ഈസ ഇബ്നു മറിയം. അതാണ് ഈസ ഇബ്നു മറിയം, ഉമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മകൻ, ഈസ ഇബ്നു മറിയം. അതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറയുന്നത്? അവരുടെ വിശ്വാസം 3 രൂപത്തിലാണ്. ഒന്ന് ട്രിനിറ്റി സങ്കല്പം, 3ആയിട്ടാണ് അവർ കാണുക. ആരാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ തന്നെ ട്രിനിറ്റി, ത്രികേയത്വ സിദ്ധാന്തം എന്ന് പറയും. പിതാവ്, പരിശുദ്ധാത്മാവ്, അതേപോലെ പുത്രൻ, ഇത് 3ഉം കൂടിച്ചേർന്നതാണ് പടച്ചവൻ. വിശുദ്ധ ഖുർആൻ അതിനെ ചോദ്യം ചെയ്തു. ആ വാദത്തിന് തെളിവില്ല. പിന്നെ അവര് പറഞ്ഞു ഇത് പടച്ചോന്റെ മകനാണ്, അള്ളാഹുവിന്റെ സന്താനമാണ്. ഇല്ല, അതിനും തെളിവില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു ഇദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അല്ലാഹുക്ക് സന്താനം ഉണ്ടാവൂല. അല്ലാഹു പടച്ചവൻ സന്താനത്തെ സ്വീകരിക്കുക എന്നത് പടച്ചവന് യോജിച്ചതല്ല. സുബ്ഹാനഹു, അവൻ അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്. അല്ലാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് അല്ലാഹ് പറഞ്ഞാൽ അത് ഉണ്ടാകും. ഇനി നോക്കൂ, തുടർന്ന് ഈസാ അലൈഹിസ്സലാം എന്താ അവരെ പഠിപ്പിച്ച കാര്യം? വ ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുകും ഫഅബ്ദൂഹു ഹദാ സിറാത്തും മുസ്തഖീം. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹുവാണ് റബ്ബീ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ്. വ റബ്ബുകും, നിങ്ങളുടെയും രക്ഷിതാവ്, നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. ഫഅബ്ദൂഹു, അതിനാൽ അവനെ ആരാധിക്കണേ. ഹദാ സിറാത്തും മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ ചൊവ്വായ മാർഗം. എൻ്റെ റബ്ബ്, നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. ഇതൊരു വിശ്വാസിക്ക് പറയാൻ പറ്റും. ഒരു മുസ്ലിമിനെ ലോകത്ത് ജാതിയും മതമൊന്നും നോക്കണ്ട. ഏത് മനുഷ്യനാകട്ടെ, പണക്കാരനാകട്ടെ, പണിക്കാരനാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, മനുഷ്യനാണോ ആ മനുഷ്യനോടൊക്കെയും ഒരു വിശ്വാസിക്ക് പറയാനുള്ളത് ഈസാ അലൈഹിസ്സലാം ഈ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിന്റെ ഭാഗമായി തീരാൻ, വക്താക്കളാകാൻ ഒരു വിശ്വാസി നിർബന്ധിതനാണ്. ഖിയാമത്ത് നാൾ വരെ ഈസാ അലൈഹിസ്സലാം എന്താണോ പഠിപ്പിച്ചത് അതന്നെ നമ്മളും പഠിപ്പിക്കേണ്ട ലോകത്തോട്. റബ്ബി വ റബ്ബുക്കും, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബ് ഒന്നാണ്. അതുകൊണ്ട് ആ പടച്ചവനെ മാത്രം ആരാധിക്കുക. അതാണ് സിറാത്തുൽ മുസ്തഖീം. 5 നേരം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ പേജ്, ഖുർആനിൽ 1-ാമത്തെ പേജിൽ അല്ലാഹ് ഗണ്ണിക്കുന്നുണ്ട്. അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹ്ക്ക് സന്താനമുണ്ട് എന്ന ക്രൈസ്തവ വാദം 1-ാമത്തെ പേജിൽ. ഇനി അവസാനത്തെ പേജ് എടുക്കുക ഖുർആൻ, ആ അവസാനത്തെ പേജിലും അല്ലാഹ് അതിനെ ഗണ്ണിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണേ. അതാണ് 1-ാമത് അല്ലാഹുവോട് പറയുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ തൃപ്തിപ്പെട്ടവരുടെ മാർഗത്തിൽ, അഥവാ ഈസാ നബിയുടെ മാർഗത്തിൽ, മറ്റ് നബിമാരുടെ മാർഗത്തിൽ, സിദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ. ആ മാർഗം ഏതാ? ഈസാ നബി പറഞ്ഞു ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബ്
അള്ളാഹുവാണ്, അവനെ മാത്രം ആരാധിക്കൂ. അതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ റബ്ബിനോട് പടച്ചോനെ നേരായ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണേ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹിനോട് എന്താ നമ്മൾ പറയുന്നത്? ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. നിന്റെ കോപത്തിന് വിധേയരായ ജൂതന്മാരുടെ മാർഗത്തിലല്ല, അതേപോലെ തന്നെ വൈബിയച്ചു പോയ ക്രൈസ്തവരുടെ മാർഗത്തിലുമല്ല. എന്താണ് അവർക്ക് വൈബിയച്ചു പോയത്? ഏറ്റവും പ്രധാനപ്പെട്ട വൈബിയം ഇതാണ്. അള്ളാഹുവിന്റെ മകനാണ് ഈസാ അലൈഹിസ്സലാം എന്നവര് വാദിച്ചതാണ് ഏറ്റവും വമ്പിച്ച പിയവ് അവർക്ക് സംഭവിച്ചത്. ആ പിയവ് ഞങ്ങൾക്ക് ഉണ്ടാകരുതേ അല്ലാ, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇത് ഖുറാന്റെ 1-ാമത്തെ പേജല്ലേ, ഖുറാന്റെ 1-ാമത്തെ അധ്യായല്ലേ. ഒരു ദിവസം ചുരുങ്ങിയത് 17 തവണ നമ്മൾ ഇത് ഓതുന്നില്ലേ? ഇനി അവസാനത്തെ പേജ് എടുത്താലോ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിന്റെ 1/3 എന്ന് വിശേഷിപ്പിച്ച കുൽ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ അനാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരും തന്നെ ഇല്ല. അവിടെ എന്താ പ്രതിജ്ഞ? അള്ളാഹ്ക്ക് സന്താനം ഇല്ല, അള്ളാഹ് ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാദം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവകരമായിട്ടാണ് വിഷയത്തെ കാണേണ്ടത്. ത്രികേയത്വം പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലേ, ഒന്ന് പറഞ്ഞു ഇതാ 3 കൂടി ചേർന്ന് പടച്ചോനും പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ, ഈ ട്രിനിറ്റി ഇതാണ് പടച്ചോൻ എന്ന് പറയുന്നതിലൂടെ ഈസാ അലൈഹിസ്സലാം പടച്ചോൻ തന്നെയാണ് എന്ന് വാദിച്ചു. ഈസാ അലൈഹിസ്സലാം പടച്ചവന്റെ മകനാണ്, സന്താനമാണ് എന്നും വാദിച്ചു. അതിനെ ഗണ്ണിക്കണല്ല. എന്തൊക്കെ ന്യായങ്ങൾ ആളുകൾ പറയുന്നു, ആ ന്യായങ്ങളെയൊക്കെ ഗണ്ണിക്കുന്ന, അല്ലെ, എങ്ങനെയാ പിതാവില്ലാതെ ജനിച്ചതാണ്, അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയാൻ കാരണമെങ്കിൽ ആദം അലൈഹിസ്സലാത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. പിതാവും ഇല്ല, ഉമ്മയുമില്ല, വാപ്പയുമില്ല. ആദം നബി അള്ളാഹ് സൃഷ്ടിച്ചില്ലേ? ഇന്ന മസല ഈസാ ഇൻദല്ലാഹ് കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാ നബിയുടെ ഉപമ അള്ളാഹുവിന്റെ അടുത്ത് ആദം നബിയുടെ ഉപമയാണ്. അള്ള പടച്ചു മണ്ണിൽ നിന്ന്, പിന്നെ അള്ള ഉണ്ടാകൂന്ന് പറഞ്ഞു, ഉണ്ടായി. അള്ള സംവിധാനിച്ച സംവിധാനങ്ങൾ റബ്ബിന്റെ മേൽ നിർബന്ധമല്ല. ഒരു കുഞ്ഞുണ്ടാകാൻ അള്ള സംവിധാനിച്ച സിസ്റ്റം ഉണ്ട്, അതിലൂടെ മാത്രമല്ല അള്ളാഹുവിന് സാധിക്കുക. അത് പടച്ചോൻ ഉണ്ടാക്കിയ ഒരു സംവിധാനം. അതിനപ്പുറത്ത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന് കൽപ്പന മാത്രം മതി. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നമ്മളൊക്കെ ഇന്ന് കഹ്ഫ് ഓതി. എന്തിനാ കഹ്ഫ് ഓതിയത്? കഹ്ഫിന്റെ തുടക്കത്തിൽ എന്താ ഉള്ളത്? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞത്? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അല്ലാഹുവിനെ സ്തുതി, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. കാരണം എന്താ? വക്രതയില്ലാത്ത ഖുർആനിനെ ഇറക്കി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വക്രതയില്ലാതെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ഗ്രാഹ്യമായ പരിശുദ്ധ ഖുർആനിനെ ഇറക്കി തന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് അള്ളാഹ് പിന്നെ പറയുന്നത്. കുറച്ച് 4-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ പിന്നെന്താ പറയുന്നത്? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. എന്തിനാണ് ഖുർആൻ ഇറങ്ങിയത്? പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതിന്റെ ലക്ഷ്യമായിട്ടല്ല പറയുന്നത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ അവർക്ക് താക്കീത് നൽകുവാൻ. ഈസാ നബി അല്ലാഹുവിന്റെ മകനാണ് എന്ന് വാദിക്കുന്നവരോട് താക്കീത് നൽകാൻ, ആ ആളുകൾക്ക് താക്കീത് നൽകുവാൻ. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ.
അവർക്ക് അറിവില്ലാത്ത വിഷയം അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ അതിൽ അറിവില്ല. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. പടച്ചോന്റെ മകനാണ് എന്ന് പറയുന്ന വാദം അവരുടെ വായിൽ നിന്ന് വരുന്നത് എത്ര വമ്പിച്ച വാക്കാണ്, എത്ര ഗുരുതരമായ ഗൗരവകരമായ വാക്കാണത്. അള്ളാഹുവിന്റെ മേലുള്ള വമ്പിച്ച കളവാണത്. ഖുർആൻ ഓതുന്ന ഇന്ന് കഹ്ഫ് ഓതിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, ഈ ഖുർആൻ താക്കീത് നൽകാനാണ് എന്ന്. ആർക്ക് താക്കീത് നൽകാൻ? നമ്മുടെ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മകനാണ് ഈസാ അലൈഹിസ്സലാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവന് ഖുർആൻ ഓതിയിട്ട് താക്കീത് നൽകണം. അല്ല, പടച്ചോനല്ല, പടച്ചോന്റെ മകനല്ല. ഇത് അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഈ വാദം നിങ്ങൾ പറയരുതേ എന്ന് പഠിപ്പിക്കാൻ. കാരണം അത് വളരെ ഗൗരവപ്പെട്ട വാക്കാണ്. സൂറത്തുൽ മറിയമിൽ തന്നെ 88-ാമത്തെ ആയത്തിലേക്ക് പോയാലോ, വഖാലുത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദാ. വളരെ ഗൗരവകരമായ അപകടകരമായ വാദവുമായിട്ടാണ് അവർ വന്നത്. പരമകാരുണികന് സന്താനം ഉണ്ടെന്നോ? നോക്കൂ, ഇവിടെ റഹ്മാൻ എന്ന അല്ലാഹ് പറഞ്ഞ റഹ്മാൻ, അതിനെക്കുറിച്ച് പോലും മുഫസ്സിറുകൾ പറയുന്നെന്താ, എന്തുകൊണ്ട് അവിടെ റഹ്മാൻ എന്ന് പറഞ്ഞു? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇത്രയും ഗൗരവപ്പെട്ട വാക്ക് പറഞ്ഞിട്ടും ഭൂമിയിൽ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നു. ഭൂമിയിൽ അള്ളാഹ് അവരെ ശിക്ഷിച്ചിട്ടില്ല, പിടികൂടിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് കാരുണ്യവാനാണ് എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശഭൂമികൾ പൊട്ടിപ്പിളരുമാറ്, പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമാറ്, അത്രയേറെ ഗൗരവപ്പെട്ട വാക്കാണ് അത്. അൻത ഔലിർ റഹ്മാനി വലദാ, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാദം. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, പടച്ചോന് യോജിച്ചതല്ല അത്. സന്താനത്തെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന് യോജിച്ച ഒന്നല്ല. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഗൗരവം ഈ വിഷയത്തിലുണ്ട്. ഇതിവിടെ സൂചിപ്പിക്കാൻ കാര്യം, തൗഹീദിന്റെ പ്രാധാന്യം മുസ്ലിങ്ങൾക്ക് ഇന്നറിയില്ല. എന്തിനാണ് അള്ളാഹ് പടച്ചത്? തൗഹീദ് സാക്ഷാത്കരിക്കാൻ. അതിന്റെ പ്രാധാന്യം അറിയില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അതൊക്കെയും മറന്ന് ദുനിയാവിൽ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അരുത്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഉത്തരവാദിത്തങ്ങൾ മറക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, ഇതാ നീ പോകുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു ജനതയുടെ അരികിലേക്കാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹ് അവതരിപ്പിച്ച ഇഞ്ചീൽ നൽകപ്പെട്ട ഒരു ജനതയിലേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് അവ്വലുമാ തദ്ഊഹും, അവരെ ഒന്നാമതായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശത്തിലേക്കാണ്. കാരണം ഇഞ്ചീലിലുള്ളതെന്തോ, തൗറാത്തിലുള്ളതെന്തോ, സബൂറിലുള്ളതെന്തോ, സുഹുഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥത്തിൽ ഉള്ളതെന്തോ, വേറെ ഏതൊക്കെ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടോ ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതെന്തോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ്. അത് പ്രബോധനം ചെയ്യണം മുആദേ. ആദ്യം അത് പറഞ്ഞുകൊടുക്ക്. ഇവിടെ വിശ്വാസികളായി നമുക്കുള്ള ഉത്തരവാദിത്തം, നമ്മുടെ സഹോദരങ്ങൾ അതേത് മതമാകട്ടെ ജാതിയാകട്ടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ അതാണ് മോക്ഷത്തിന്റെ സന്ദേശം, അത് മാത്രമാണ് സത്യസന്ദേശം, അത് സാക്ഷാത്കരിക്കുവാനാണ് ഭൂമിയിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ട് മതസൗഹാർദ്ദം എന്ന പേരും പറഞ്ഞ് ക്രിസ്മസ്, അള്ളാഹ്ക്ക് മകനുണ്ടായി, അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഖുറാനിൽ ഇത്രയും ഗൗരവം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇത്രമാത്രം അല്ല ഗൗരവത്തിൽ പറഞ്ഞ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം. ക്രൈസ്തവ സഹോദരങ്ങൾ പോലും ലജ്ജിക്കുക. അവർ ചോദിക്കുക, നമ്മളൊന്ന് സമാധാനത്തിൽ ഇതൊന്ന് ആഘോഷിച്ചോട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാ. കാരണം ഇതൊക്കെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ ആവശ്യം ഒരു വിശ്വാസിക്കില്ല. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും ഫഅബ്ദു എന്ന ആദർശം അവരെ പഠിപ്പിക്കൽ.
മനുഷ്യരെന്ന നിലക്ക് അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം നമ്മൾ ഇടപെടണം. ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് ആശംസയർപ്പിച്ചോളൂ, കുഴപ്പമില്ല. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ, ഇസ്ലാം ഇത്രയും ഗൗരവമായി പറഞ്ഞ വിഷയത്തിൽ ആശംസ പറയുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങളെയെല്ലാം ഗൗരവത്തോടു കൂടി കാണണം. ദീനിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം മറക്കാൻ ആർത്തുല്ലസിക്കുക, അടിച്ചു പൊളിക്കുക എന്ന് പറയും. ലൈഫ് എൻജോയ് ചെയ്യണ്ടേ എന്ന് ചോദിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കാരണം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് നൂറുകണക്കിന് വീട് മണ്ണിന്റെ ഭാഗമായപ്പോൾ നൂറുകണക്കിന് മനുഷ്യർ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ച് അവരുടെ ശരീരങ്ങൾ പോലും വ്യത്യസ്ത കഷ്ണങ്ങളായി ലഭിച്ചപ്പോൾ ലോകത്തിന് ആ ട്രാജഡി മറക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ പാഠങ്ങൾ ഉണ്ട്. എന്താണ് ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും എന്നറിയാത്ത ഒരാൾക്ക് അത്തരം അപകടങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ പോലും സാധ്യമല്ല. ഒരു മുസ്ലിമിന് പറ്റും. കാരണം ജീവിത ലക്ഷ്യം അറിഞ്ഞവരാണ് നാം. കാരണം ഇതുപോലെ ആയിരിക്കും എന്റെയും മരണം. ഏത് പ്രകൃതിക്ഷോഭം കൊണ്ടാണോ, സുനാമി കൊണ്ടാണോ, കൊടുങ്കാറ്റ് കൊണ്ടാണോ, ഉരുൾപൊട്ടലുകൾ കൊണ്ടാണോ, അതല്ല കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പെരുകുന്ന വാഹനാപകടങ്ങൾ. +1-ലും +2-ലും ഡിഗ്രിയിലും പഠിക്കുന്ന യുവാക്കൾ ലോറിയുടെ ടയറിന്റെ ഇടയിൽ, അതല്ലെങ്കിൽ ടാറിട്ട റോഡിന്റെ ഇടയിൽ അവരുടെ രക്തവും മാംസവും ചിതറിക്കിടക്കുന്ന അവസ്ഥക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അഭിമുഖീകരിക്കും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, അല്ലാഹു ഒരു ആത്മാവിനെയും പിന്തിക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, അയാളുടെ അജലെത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും റബ്ബ് പിന്തിപ്പിക്കുകയില്ല. അല്ലേ? എല്ലാവർക്കും ആഘോഷിക്കണം, ആഘോഷിക്കണം. എന്തുകൊണ്ടാണ് ക്രിസ്മസ്? അത് ആഘോഷിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് മതപരിപാടികൾ, അത് ആഘോഷിക്കാനുള്ളതാണ്. അതുപോലെ എല്ലാം ആഘോഷിക്കണം, വിവാഹം ആഘോഷിക്കണം. ഇന്ന് ആ ഒരു മനസ്സാണ്. പട്ടിണിയൊന്നും ഇല്ല ആർക്കും. പട്ടിണിയൊക്കെ കുറഞ്ഞു, എല്ലാവർക്കും സമ്പത്തും കാര്യമൊക്കെ ഉണ്ട്. എന്താ? ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ബർത്ത്ഡേ ആഘോഷം ഇന്ന് എല്ലാ മുസ്ലിം കുടുംബത്തിലും കോമൺ ആയി. ഇസ്ലാമിന് നിരക്കാത്തതാണത്. ആർക്കതിന്റെ ഗൗരവം അറിയാ? ബർത്ത്ഡേ, എല്ലായിടത്തും ബർത്ത്ഡേ. കാരണം എന്താ? അടിച്ചു പൊളിക്കണം, ആഘോഷിക്കണം. അതേപോലെ വിവാഹ വാർഷികം, എല്ലാരെയും വിളിച്ച് സ്റ്റേജും കെട്ടി എന്തേ? അടിച്ചു പൊളിക്കണം, ആഘോഷിക്കണം. വിവാഹ സദസ്സുകൾ, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, 1 ദിവസവും 2 ദിവസവും 3 ദിവസവും 4 ദിവസവും പോരാ. എന്തേ? എല്ലാവർക്കും ആസ്വദിക്കണം, അടിച്ചു പൊളിക്കണം. അതാണ് ഇതാ ഹാപ്പി ന്യൂ ഇയർ വരാൻ പോകുന്നു, പുതുവർഷം. വിശ്വാസി റെസ്പോൺസിബിലിറ്റി ഉള്ളവനാണ്, ചിന്തയുള്ളവനാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവനാണ്. അതില്ലാത്തവനോ അടിച്ചു പൊളിക്കണം. എന്താ? പുതുവർഷത്തിൽ മദ്യപിക്കണം ധാരാളമായി, പബ്ബുകളിലേക്ക് പോകണം, അവിടെ ലഹരി നുണയണം, പാതിരാവോളം അതേ നൃത്തം ചവിട്ടണം,
ക്ഷീണിക്കാതെ നൃത്തം ചവിട്ടാനോ നാവിൻ തുമ്പിൽ ഗുളിക വെക്കണം, LSD വേണം, MDMA വേണം, ലഹരി വസ്തുക്കൾ വേണം. യുവാക്കളും യുവതികളും ആണും പെണ്ണും ആർത്തുല്ലസിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. പക്ഷേ പുതുവർഷത്തിന്റെ ആഘോഷം എല്ലായിടത്തും, ഇനി എല്ലാ സ്റ്റോപ്പുകളിലും എല്ലാ ഏരിയകളിലും തുടങ്ങും ആഘോഷം. വിശ്വാസിക്ക് മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. ഒരു വർഷം കഴിഞ്ഞു എന്ന് വന്നാൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിന്റെ ജനനം മുതൽ മരണം വരെയുള്ള സമയം അതല്ല സൃഷ്ടിച്ചത് പരീക്ഷണമാണ്. 60 വയസ്സ് വരെ നിന്റെ പരീക്ഷണ കാലഘട്ടമാണ്. 40 വയസ്സിലാണോ നീ മരിക്കുന്നത്? 40 കൊല്ലം നിനക്ക് പരീക്ഷയാണ്. 19ാമത്തെ വയസ്സിലാണോ മരിക്കുന്നത്? ആ ചുരുങ്ങിയ ആയുസ് നിനക്ക് പരീക്ഷണമാണ്. അതിൻ്റെ ഇടയിൽ ഉത്തരവാദിത്തമുണ്ട്. തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ? മരണം വരും. അവിടെ ഉത്തരവാദിത്തം മറന്നവരൊക്കെ സങ്കടപ്പെടും. കാരണം എൻ്റെ ആയുസ് പോയി, എൻ്റെ സമയമാണ് ആയുസ്. ക്ലോക്കിലെ ഓരോ ടിക് 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 എന്ന ശബ്ദവും മരണത്തിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മരണം വന്ന എല്ലാവരും സങ്കടപ്പെടും. ആ സമയത്ത് വിലപിക്കും. കാര്യമില്ല. ഫറോവയുടെ വിലാപം ഖുർആൻ പറഞ്ഞില്ലേ? അന റബ്ബുക്കുമുൽ അഅല, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അഹങ്കാരം പറഞ്ഞവനാണ് ഫറോവ. ആ ഫറോവ എല്ലാ അത്ഭുതങ്ങളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് കണ്ടിട്ടും വിശ്വസിച്ചില്ല. ലാസ്റ്റ് മുങ്ങിച്ചാകുന്ന സമയത്ത് ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഫറോവ വിലപിച്ചിട്ടുണ്ട്. മൂസായുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യമുണ്ടോ? കാര്യമില്ല. അതുപോലെ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, നിങ്ങളുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അതുവരെ അടിച്ചു പൊളിക്കണ്ടേ? ഞാൻ യുവാവല്ലേ, എന്തിനും മതവും ദീനും അള്ളാഹുവിന്റെ നിയമങ്ങളും ഒക്കെ ആസ്വദിക്കാനുള്ളതാണ്, ഒക്കെ തുള്ളിച്ചാടാനുള്ളതാണ്. അങ്ങനെ സങ്കല്പിച്ച് നടന്നു. മരണം വരുന്ന സമയത്ത് റബ്ബിർജിഊൻ, റബ്ബി എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇർജിഊൻ, എന്നെ മടക്കിത്തരണേ. പടച്ചോനെ, എനിക്കൊരൽപമായുസ് നീട്ടിത്തരണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള അമലുകൾ ചെയ്യാൻ എനിക്ക് സമയം തരണേ. തൗഹീദ് മറന്നു, സുന്നത്ത് മറന്നു, ദീന് മറന്നു, ഇസ്ലാമിന്റെ ഇസ്സത്ത് മറന്നു, ചാടാണ് അല്ലെ? വിവാഹ സദസ്സുകളുടെ ഒക്കെ അവസ്ഥ എന്താ? എവിടെയും പുതുവത്സരം തന്നെ മിനി പബ്ബുകളാണെന്ന്. മുസ്ലിം കല്യാണ സദസ്സുകൾ മിനി പബ്ബുകളായി മാറി. ആണും പെണ്ണും കൂടിച്ചേർന്ന് 1 മണി 2 മണി വരെ പാട്ടും വെച്ച് തുള്ളാണ്, സംഗീത നിശ. എന്നിട്ടെന്തേ? എല്ലാ വൃത്തികേടുകളും അവിടെ ഉണ്ട്. സ്വന്തം പെൺമക്കളെ മാംസ കഷ്ണമായി അന്യ കണ്ണിന് കൊത്തിവലിക്കാനുള്ള രൂപത്തിൽ വേദികളിലും സദസ്സിലും ഇരുത്താൻ മടിയില്ലാത്ത വാപ്പമാരും ഉമ്മമാരും. പൊതുബോധമാണ്, പൊതുബോധം. ഏത് കണ്ണിനും എൻ്റെ മകളെ കണ്ടാസ്വദിക്കാം. അതൊക്കെയല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തും അടിച്ചു പൊളിക്കുക. അതന്നെയാ ന്യൂ ഇയറിനും വരാനിരിക്കുന്നത്. എല്ലാം മറന്നാണും പെണ്ണും തുള്ളും ചാടും, ഡാൻസ് കളിക്കും. സ്കൂളുകളും ക്യാമ്പസുകളും പബ്ബുകളും സ്റ്റേജുകളും എല്ലാം ഒരുങ്ങും. മുസ്ലിം വിട്ടു നിൽക്കും, മുസ്ലിം വിട്ടു നിൽക്കും. കാരണം എന്താ? ഉത്തരവാദിത്തമുള്ളവനാണ് ഞാൻ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയിട്ടുള്ള അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ എനിക്ക് സമയം തരണേ. പടച്ചോനെ, എന്നെ ഒന്ന് മടക്കിത്താ, എനിക്കൊരു സെക്കൻഡ് താ. പുണ്യങ്ങൾ ഞാൻ ചെയ്യട്ടെ, നന്മ ഞാൻ ചെയ്യട്ടെ. സമയം കിട്ടോ? ഒരു സെക്കൻഡ് കിട്ടോ? കല്ലാ, ഇല്ല. കല്ലാ, ഒരിക്കലുമില്ല. ഇന്നഹാ കലിമത്തുൻ
ഹുവ ഖായിലുഹാ. അത് നിന്റെ വെറും വർത്തമാനം മാത്രമാണ്. എത്രയെത്ര ഉപദേശങ്ങൾ, എത്രയെത്ര ക്ലാസുകൾ, എത്രയെത്ര വയലുകൾ, എത്രയെത്ര ഖുതുബകൾ നീ കേട്ടു, നന്നായിട്ടില്ലല്ലോ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി നിന്റെയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെയും ഇടയിൽ ബർസഖ് ഉണ്ടായിരിക്കും. എന്താണ് ഈ ബർസഖ്? ഖബർ. മരണത്തോടെ തീരില്ലല്ലോ, മരണത്തോടെ ആരംഭിക്കുകയാണ്. ദുനിയാവിൽ ഒരു 6 മണിക്കൂർ പ്രിയപ്പെട്ടവരെ നന്നായി ഉറങ്ങുകയാണെങ്കിൽ അതൊരാശ്വാസ. 6 മണിക്കൂർ ഒന്നും അറിയില്ല, എല്ലാ ടെൻഷനും മറന്നിട്ട് ഉറക്കം. നാം മരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളിൽ നിന്ന് തുടർന്ന് എന്തുറക്ക? ഈ ശരീരല്ലേ, ഈ ശരീരത്തിന് വിലയില്ല, അത് ഖബറിലേക്ക് വെക്കും. എന്നാൽ ആത്മീയ ലോകത്ത് ആ ഖബറിൽ നടക്കുന്ന മലക്കുകളുടെ ചോദ്യോത്തരങ്ങൾ, ചെയ്ത തിന്മകൾക്കനുസരിച്ച് ഖബറിൽ ശിക്ഷയുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെയും മറന്ന് തോന്നിയ പോലെ തോന്നിയാസിയായി ജീവിക്കേണ്ടവനല്ല ഒരു വിശ്വാസി. വിശ്വാസിക്ക് അല്ലാഹ് നൽകിയ 2 ആഘോഷം ഉണ്ടല്ലോ, പെരുന്നാൾ. അതിൽ പോലുള്ള ഒരു ഉത്തരവാദിത്വം നോക്കൂ. ആദ്യം പെരുന്നാളിന് പുതുവസ്ത്രവും എല്ലാം ഇട്ട് അള്ളാനെ ഓർക്കുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്, നിസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടോ പടക്കം വെച്ച് പൊട്ടിക്കുകയല്ല, DJ പാട്ടുകൾ വെച്ച് പബ്ബിൽ തുള്ളുന്ന പോലെ തുള്ളല്ല. മറിച്ച് കുടുംബ ബന്ധങ്ങൾ, രോഗികളുണ്ടോ രോഗിയെ പരിപാലിക്കടോ, കുടുംബ ബന്ധം നിലനിർത്തടോ, സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കടോ എന്നിങ്ങനെ എല്ലായിടത്തും ഒരാഘോഷത്തിന്റെ അന്ന് പോലും റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും, ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു വിശ്വാസി രാജിയാകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീൻ എന്നത് തമാശയല്ല. ദുനിയാവിലും പരലോകത്തും മോക്ഷം വേണോ, സമാധാനം വേണോ, രക്ഷ വേണോ, ദീൻ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഗഫൂറായ റഹ്മാനായ തവ്വാബായ അല്ലാഹ് പുറത്ത് മാപ്പാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഐക്യം പ്രദാനം ചെയ്യണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله على نبينا محمد والحمد لله رب العالمين.